ഇപ്പോൾ FCRA ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? അവർക്കാർക്കും പ്രശ്നമില്ല. അതെ. പ്രശ്നമുള്ളത് ഇവർക്കാണ്. ഇവിടെ ഈ വിഷയം ആദ്യം ഇവർ പുറത്തു വിട്ടത് ആരെ സഹായിക്കാനാണ്? അത് UDF സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല എങ്കിൽ ഇവർക്ക് KCBCക്ക്, CBCIക്ക് ഇവർക്ക് പ്രധാനമന്ത്രിയുമായിട്ട് എപ്പോൾ വേണമെങ്കിലും നേരിട്ട് കാണാനും ഈ വിഷയം അവരുടെ മുന്നിൽ ആശങ്കകൾ, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ ആശങ്ക. അപ്പോൾ ആശങ്ക അറിയിക്കാനും അത് പരിഹരിക്കാനുമുള്ള അവസരം ഇവർക്കുണ്ടല്ലോ. ആദ്യം ഇങ്ങനൊരു വിഷയം ഉണ്ടായി, പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന കാര്യങ്ങളുണ്ട്, അതിലൊന്നും മാറ്റം വരുത്തണം, എന്നിട്ട് ഇത് പാസ്സാക്കാവൂ എന്ന് ആവശ്യപ്പെടാം തീർച്ചയായിട്ടും. അതിനു പകരം എന്താണ് ചെയ്തത്? ഉടനെ അത് കോൺഗ്രസിൻ്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആരാണ്? ഞാനീ പറഞ്ഞ മെത്രാൻ. ചങ്ങനാശ്ശേരി മെത്രാനാണ് അത് ചെയ്തത്. അദ്ദേഹം തുടക്കം കുറിച്ച് അദ്ദേഹമാണ്. കാര്യം ഇവർക്ക് ഇപ്രാവശ്യം ഇലക്ഷന് ഒന്നും കയ്യിൽ കിട്ടാതിരിക്കുകയായിരുന്നു. കാര്യം മണിപ്പൂരൊക്കെ തേഞ്ഞു. മണിപ്പൂരിൻ്റെ പുറകിലുള്ളത് എന്താണെന്നുള്ളത് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഛത്തീസ്ഗഡും ഏകദേശം തീർന്നു. അപ്പോൾ പുതുതായിട്ട് ഈ ഇലക്ഷനിൽ ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കാൻ പറ്റുന്ന ഒന്നും കിട്ടാതിരുന്നപ്പോഴത്തേക്കാണ് FCRA വിഷയം കിട്ടിയത്. പള്ളി പിടിച്ചുകൊണ്ട് പോകുന്നവരെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ സാധാരണ ക്രിസ്ത്യാനി FCRA എന്ന് പറയുന്ന ഒരു വാക്ക് വൈദികന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് ആദ്യമായിട്ട് ഇപ്പോഴാണ്. ഇന്ന് വരെ ഇവർ ഈ FCRA ഫണ്ട് എന്നൊരു വാക്ക് പള്ളിയിലോ പള്ളിയിലെ പ്രസംഗത്തിലോ മറ്റെവിടെയോ ഇതുവരെ അവർ മിണ്ടിയിട്ടില്ല. നമ്മളെപ്പോലുള്ള കുറേ ആളുകൾക്ക് അറിയാമെന്നുള്ളതല്ലാതെ സാധാരണ വിശ്വാസി അറിയുന്നത് ഇപ്പോഴാദ്യമായിട്ടാണ്.